Hello everyone, welcome back. ഞാൻ MP from Universal Institute Kottakkal. കഴിഞ്ഞ ഈദ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചെറിയൊരു കോണ്ടസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം 4 പുതിയ ഹോസ്റ്റൽ കൂടെ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിന് നെയിമിംഗ് കോണ്ടസ്റ്റ്. ആ ഹോസ്റ്റലുകളൊക്കെ ഓൾറെഡി കുട്ടികൾ സ്റ്റേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇനിയുള്ള ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മൾ നെയിമിംഗ് കോണ്ടസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിന് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സജഷൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. 4 ഹോസ്റ്റലുകൾക്ക് 4 പേരുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ 4 പേരുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പല പേരുകളും ഒന്നിൽ കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് എമറാൾഡ് എന്ന് പറയുന്ന പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എമറാൾഡ് എന്ന് പറയുന്ന പേര് അയച്ചിട്ടുള്ള 6 പേരുണ്ട്. അപ്പോൾ ആ 6 പേരിൽ ഒരാളെ നമ്മൾ നറുക്കിട്ട് എടുത്തിട്ടാണ് സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത നെയിം നെസ്റ്റ് എന്ന് പറയുന്ന നെയിമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ആ കാണുന്ന നെയിമിനും 6 പേര്, അവിടെയും കറക്റ്റ് 6 പേര് തന്നെയാണ് ഈ കാണുന്ന പേരും അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേസിലും നമ്മൾ നറുക്കിട്ടെടുക്കാനാണ് വിജയെ നറുക്കിട്ടെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പേര് മെഹഫിൽ. വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേരാണ് മെഹഫിൽ എന്ന് പറയുന്ന പേര്. അയച്ചിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പർ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഈ വിന്നേഴ്സിനെ നമ്മൾ വിളിച്ച് അവർക്ക് സമ്മാനം എത്തിക്കാനോ അല്ലെങ്കിൽ അവരോട് വന്ന് സമ്മാനം വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെനിത്ത്. ഓക്കെ, ഈ പേരും അയച്ചിട്ടുള്ളത് ഒരേ ഒരാൾ മാത്രമാണ്. അപ്പൊ എമറാൾഡ്, നെസ്റ്റ്, മെഹഫിൽ ആൻഡ് സെനിത്ത്, ഈ 4 പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ നമ്മൾ വിജയികളെ നറുക്കിട്ടെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഞാൻ നറുക്കുകൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ നറുക്കിലും 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ, കാരണം ആളുകളുടെ പേരും അല്ലെങ്കിൽ ഫോൺ നമ്പറൊന്നും അല്ല എഴുതുന്നത്. ഇതുപോലെ നമ്പർ എഴുതിയിട്ട് 1 മുതൽ 6 വരെയുള്ള നമ്പർ എഴുതിയിട്ട് നമുക്ക് AF കൊണ്ട് നറുക്കെടുപ്പിക്കാം. 6 നറുക്കുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന 4 പേരുകളിൽ അല്ലെങ്കിൽ 4 വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഓൾറെഡി ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നറുക്ക് AF കൊണ്ട് എടുപ്പിക്കാം. നമ്മൾ 4 പേരുകൾ ആണ് ചൂസ് ചെയ്തത്. അതിൽ എമറാൾഡിനും നെസ്റ്റിനും 6 നമ്പറുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്പറുകൾ ഇപ്പോൾ നമ്മൾ 1 മുതൽ 6 വരെയുള്ളത് ഇങ്ങനെ നറുക്കാക്കി എഴുതിയിട്ടാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് സാറൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എമറാൾഡിനുള്ളത് സാറൊന്ന് എടുത്തു തന്നു കഴിഞ്ഞാൽ ആ നമ്പർ വിജയമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ ആ സാറൊന്ന് എടുത്തോളി. എമറാൾഡ് പേര് സജസ്റ്റ് ചെയ്ത് നമ്പർ മാത്രമേ ഉള്ളൂ ഇതിൽ. എമറാൾഡ് സജസ്റ്റ് ചെയ്തതിൽ നമ്പർ 3 ആണ് വിന്നറായിട്ട് വരുന്നത്. ആ നമ്പറിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഇനി അടുത്തത് നെസ്റ്റ് ആയിരുന്നു 6 ആൾക്കാർ സജസ്റ്റ് ചെയ്തത്. സോ അതിൽ സാർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നെസ്റ്റിൻ്റെ വിജയമൊക്കെ ഇവിടുന്ന് പ്രഖ്യാപിക്കാം. നെസ്റ്റിലും 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്പർ 6 ആണ് വിജയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേരുകളിലാണ്, എമറാൾഡിലും നെസ്റ്റിലുമാണ് 6 ആൾ ഉണ്ടായിരുന്നത്. ബാക്കി മെഹഫിലിനും അതുപോലെ തന്നെ സെനിത്തിനും ഒരേ ഒരു വിന്നർ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പറിലേക്ക് സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് വിജയികളോട് ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ നറുക്കെടുത്തു, AF സാർ നറുക്കെടുത്തു, അതുപോലെ തന്നെ വിജയികളെ വിളിച്ചു. ഫസ്റ്റ് നെയിമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത എമറാൾഡ് നെയിം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കറന്റ്ലി S3 ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന റോഷനാണ്. രണ്ടാമത്തെ പേര് നെസ്റ്റ്. അതിന്റെ വിജയം നമ്മൾ നറുക്കെടുത്താണ് തെരഞ്ഞെടുത്തുള്ളത്. കറന്റ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസ്ലഹ എന്ന സ്റ്റുഡന്റ് ആണ് രണ്ടാമത്തെ നെസ്റ്റ് എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന വിജയി. മൂന്നാമത്തത് സെനിത്ത്. ആദിൽ അബ്ദുൽ നാസർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം S5 പബ്ലിക് സ്കൂൾ ബാച്ചിൽ പഠിച്ച സ്റ്റുഡന്റ് ആണ്. ആദിൽ അബ്ദുൽ നാസറിന് എത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് സമ്മാനം ഏറ്റുവാങ്ങുന്നത് ആദിൽ അബ്ദുൽ നാസറിന്റെ മെന്റർ ആയിരുന്ന ജിൻസി മാഡം ആണ്. ആൻഡ് ദ ഫൈനൽ മെഹഫിൽ എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹനാൻ. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പബ്ലിക് സ്കൂളിലും കഴിഞ്ഞ വർഷത്തെ M3 റിപ്പീറ്റേഴ്സ് ബാച്ചിലും ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ്. ഹനാനും ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് ഹനാന് വേണ്ടിയുള്ള സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഹനാന്റെ മെന്റർ ആയിരുന്ന നിമിഷ മാഡം ആണ്. AF സാറിൽ നിന്ന് ഇവരെല്ലാവരും സമ്മാനം ഏറ്റുവാങ്ങുന്നു. ഏതായാലും ഇത്രയും നല്ല പേരുകൾ സജസ്റ്റ് ചെയ്ത ഈ വിന്നേഴ്സിന് ട്രോഫിയോടൊപ്പം വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു.